ഹലോ. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് എല്ലാ ജനറേഷനിലും എപ്പോഴും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ഒരു ജോണറാണ്. വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഒന്നും ഇല്ലാതെ മേക്ക് ചെയ്താൽ ക്രൈം ത്രില്ലേഴ്സിന് പൊതുവെ പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു സ്വീകാര്യത ലഭിക്കാറുണ്ട്. ഷൈൻ നിഗം പ്രധാന വേഷത്തിലെത്തി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം എന്ന ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ. ഒറ്റ വാചകത്തിൽ ഒരു ഡീസെന്റ് മൂവി ആയിട്ടാണ് എനിക്ക് ദൃഢം തോന്നിയത്. പുതുതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു SI ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കുറച്ച് ചലഞ്ചസ് ഒക്കെയാണ് സിനിമയുടെ തീം. എനിക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു വിഷ്വൽ പ്രസന്റേഷനും സൗണ്ട് എഫക്ട്സും ഒക്കെയാണ്. സിനിമയുടെ പശ്ചാത്തലം ഒരു ഗ്രാമീണ പ്രദേശമാണ്, ഇടുക്കി ജില്ലയിലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ഗ്രീനറി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സിനിമയിലുടനീളം വിഷ്വലി നല്ലൊരു പ്രസന്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയുടെ കാസ്റ്റിംഗ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പലതരം കേസുകൾ വരുമ്പോൾ ഇതിലൊക്കെ നമ്മൾ പോയി വന്ന് നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെയൊക്കെ പ്രോപ്പർ ആയിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരല്ല, എന്നാലും നമുക്ക് ചെറുതായിട്ട് പരിചയമുള്ള മുഖങ്ങളാണ് കൂടുതൽ ഭാഗത്തും. അതുകൊണ്ട് തന്നെ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ജിജ്ഞാസ പ്രേക്ഷകന് ഉണ്ടാവാൻ അത് സഹായിക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊരു സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള എല്ലാ ഇൻസിഡൻസിനും അതിൻ്റെതായ ഒരു പ്രാധാന്യം സിനിമയിലുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നിലേക്കും കടക്കുന്നില്ല. സിനിമയുടെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ സാധാരണ ക്രൈം ത്രില്ലേഴ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഡൈനമിക്സ് ഈ സിനിമയിൽ അല്പം കുറവായിരുന്നു. ആകെ ഒരു 2 hours 8 minutes മാത്രമാണ് സിനിമയുള്ളൂ. പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത്. ലാഗായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ ആക്ടേഴ്സ് തമ്മിലുള്ള ഡയലോഗ്സ് ഒക്കെ വളരെ സ്ലോ ആയിട്ട് പോകുന്ന പോലെ, ഒരു സീരിയൽ മേക്കിങ്ങിലേക്ക് ചെറിയ രീതിയിൽ ഒരു ഷിഫ്റ്റ് നടന്ന പോലെ ചില ഭാഗത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ടേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു ഡയലോഗിന്റെ ഒരു സ്ലോനെസ് അത് ആ സ്ക്രിപ്റ്റിലുള്ള ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു. അതർവൈസ് എല്ലാ ആക്ടേഴ്സും നല്ല രീതിയിൽ അവരുടെ ആ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ മൊത്തത്തിൽ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് കേസസ് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ പല കേസസും ഹാൻഡിൽ ചെയ്യുന്നത് വളരെ നിസ്സാരമായിട്ടാണോ എന്ന് ഫീൽ ചെയ്തു. ഒരു കേസ് വരുമ്പോൾ ഇതാണോ ഇതിന്റെ പ്രൊസീഡിങ്സ്, അങ്ങനെ ലോജിക്കലി നമ്മളെ കുറച്ച് ഒന്ന് ഡൗട്ട്ഫുൾ ആക്കുന്ന ചില പോർഷൻസ് അവിടെ ഇവിടെയും ഉണ്ടായിരുന്നു. ഷെയ്ൻ നിഗം ആ ഒരു ലുക്ക് നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പുതിയതായിട്ട് വരുന്ന ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു SIയുടെ ആ ഒരു ലുക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അങ്ങനത്തെ ഒരാൾക്ക് ഇനീഷ്യലി ഉണ്ടാവുന്ന ആ ഒരു ഡൗട്ട്സ്, ഒരു പരിഭ്രാന്തി, ഒരു എക്സ്പീരിയൻസിന്റെ കുറവ്, അതെല്ലാം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഷെയ്ൻ നിഗത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ ആ ഒരു ടൈറ്റിൽ ദൃഢം എന്ന് പറയുന്ന ആ ഒരു പേരിനോട് ഒരു രീതിയിലും യോജിക്കാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ടൈറ്റിൽ ശരിക്കും അർത്ഥവത്താക്കേണ്ടത് ആ ഒരു മെയിൻ ക്യാരക്ടറാണ്. പക്ഷെ മെയിൻ ക്യാരക്ടറിന് പലപ്പോഴും കാര്യപ്രാപ്തി അല്പം കുറവാണോ എന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഷെയ്ൻ നിഗത്തിന്റെ ക്യാരക്ടർ കുറച്ചും കൂടെ സ്ട്രോങ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പുതിയതായിട്ട് ജോലിയിൽ കയറുന്ന ഒരാളാണെങ്കിൽ പോലും ഒന്നുമില്ലെങ്കിലും SI ടെസ്റ്റും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഒരു സ്റ്റേഷൻ ചാർജിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു കാര്യപ്രാപ്തി കാണിക്കണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആളുടെ ഇൻപുട്ട് ഈ ഓരോ കേസിലും വളരെ കുറവായിരുന്നു. ഒരു SIയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പോലും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതൊക്കെ തിരുത്തി കുറിക്കുന്നുണ്ട്. എന്നാലും ആദ്യം മുതലേ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്യാമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ചില സ്ഥലങ്ങളിൽ ലോജിക്ക് അല്പം കുറവായിട്ടും ലൂപ്പ് ഹോൾസ് ഉള്ളതായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന മൂവിയാണ് ദൃഢം. എനിക്ക് ക്ലൈമാക്സ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡീസെന്റ് എബവ് ആവറേജ് മൂവി, അങ്ങനെയാണ് എനിക്ക് സിനിമ തോന്നിയത്.